വസു തോറ്റ് തുന്നമാടി വന്നിരിക്കുന്നു നിന്റെ മോൻ. ഏകദേശം 9 ഇലക്ഷനിൽ പരാജയപ്പെട്ട ഒരാളാണ്. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞത്? 9 എണ്ണത്തിൽ തോറ്റു. അപ്പൊ 10ാമത്തേത് അപ്പൊ 100%. സോ പരാജയങ്ങൾ വിഷമിപ്പിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. വിഷമിക്കാതിരിക്കും. ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു, ഇങ്ങനെ തീർന്നെന്ന് കരുതിയാ മതി. എന്റെ ഒരു സ്വപ്നമാണ് നിങ്ങൾ തകർത്ത് കളഞ്ഞത്. കാരണം ഒരിക്കലും പരാജയങ്ങളിൽ വിഷമിക്കുന്ന ഒരാൾ വീണ്ടും വീണ്ടും അതിനുവേണ്ടി ശ്രമിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. യാതൊരു പണിയെടുക്കാൻ പാടത്ത് തന്നെ വേറൊരു സ്ഥലത്ത് പണിക്കെടുക്കൂല. ഇവിടെ മേലെക്കാലം പണിയെടുത്തേക്ക് ശീലമായി പോയി. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. എന്തുകൊണ്ടായിരിക്കും ഈ 9 തവണ പരാജയമാവാനുള്ള കാരണം? നിനക്ക് വിഷഹാരി അറിയില്ല. വിഷ ഊതി കയറ്റാനും ഊതി ഇറക്കാനും ഒരു നിമിഷം വേണ്ടിരിക്കെ വിഷരാജനാ ഞാൻ. അതായത് അത് പരാജയമായിട്ട് പോലും ഞാൻ മനസ്സിലാക്കുന്നില്ല. കാരണം എന്താ കാര്യം? അതിന് ഒരു ബുദ്ധി വേണം, അതിവനില്ല. പക്ഷെ ആ 9 സ്ഥലത്ത് പാർട്ടിക്ക് പരാജയം ഉണ്ടായില്ല. ശോഭാ സുരേന്ദ്രൻ എന്ന് പറഞ്ഞ വ്യക്തി പരാജയപ്പെട്ടു. നേരന്നെ അല്ല, അത് ഇത്ര കഷ്ടായി പോയിട്ടോ. ഓൻ എത്ര വിഷമം ഉണ്ടാവൂലേ? പോട്ടട സുന്ദരേശ, നിന്നെ പോലെ വിഷമം എനിക്കുണ്ട്. പക്ഷേ പ്രസ്ഥാനം വിജയിച്ചു. പ്രസ്ഥാനം വോട്ട് ഡബിളാക്കി. സോമനങ്ങളുടെ ഈ കോൺഫിഡൻസ് കാണുമ്പോഴാണ് എനിക്കൊരാശ്വാസം. അത് മോൾക്ക് അവന്റെ കോൺഫിഡൻസിനെ പറ്റി അറിയാനിട്ടാ. മുമ്പ് തോറ്റ എല്ലാ ഇലക്ഷനും ഇതേ കോൺഫിഡൻസ് ആയിരുന്നു. എന്തായാലും പാലക്കാട് ഞങ്ങൾ പടക്കം പൊട്ടിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അവിടെ ഞാൻ കുറച്ചു കാലം താമസിച്ചു, അവിടെ പ്രവർത്തിച്ചു. വിയ്യൂർ, കണ്ണൂർ, പൂജപ്പുര, പാളയം, സ്റ്റാച്യു, പേട്ട, തിരുവനന്തപുരം, അങ്ങനെ എത്ര രാജ്യങ്ങൾ. അസംബ്ലി തെരഞ്ഞെടുപ്പ് വന്നു, അവിടെ 2ാം സ്ഥാനത്ത് വന്നു. ഇലക്ഷനിൽ എവിടെ നടത്തേണ്ടി സെക്കൻഡ്. ഇന്ത്യൻ പാർലമെന്റിനെ നിയന്ത്രിച്ചു നിർത്തുന്ന അല്ലെങ്കിൽ ലോകത്തെ തന്നെ ഏറ്റവും സൂര്യനെ പോലെ ഇരിക്കുന്ന പ്രധാനമന്ത്രിയോടൊപ്പം UP-യുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗിജി, ഞാനിവിടെ പശുവിന്റെ ഉച്ചിഷ്ടമേറ്റം വാരിക്കൊണ്ടിരിക്കുക. 3 നേരം വെട്ടി വിഴുങ്ങണ്ടേ? അദ്ദേഹം എന്നെ ഇങ്ങോട്ട് ഫോണിൽ വിളിച്ചു എന്ന് ഞാൻ പറഞ്ഞാൽ അടിച്ച് നിന്റെ 32 പല്ലും കളഞ്ഞു കൊന്ന് കായൽ താഴ്ത്തും. അത് അതിശയോക്തിയായിട്ടല്ലേ ആൾക്കാർ വിചാരിക്കുക? പക്ഷെ അത് സത്യമാണ്. സത്യമായി പറയുന്നവനായി ഈ രാജാക്കന്ന്. വിളിച്ചിട്ട് പറയാണ്, ഞാൻ കേരളത്തിൽ വന്നിട്ടുണ്ട്, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത്. ശോഭ എവിടെയാ മത്സരിക്കുന്നത്? മത്സരിക്കുന്ന സ്ഥലത്ത് അപ്പോ ഞാൻ വരണോ? ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. പ്രൈം മിനിസ്റ്റർ എന്നോട് ചോദിച്ചു. നീ ഏതായാലും പറയും. അപ്പൊ ഞാൻ ഒരു കുട്ടിയുടെ കൗതുകത്തോട് കൂടിയിട്ട്, പറ്റില്ല, ഇന്ന് ഞാനിവിടെ ഇരിക്കും. പ്രൈം മിനിസ്റ്റർ പ്രസംഗം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ എന്നെങ്ങനെ വിളിച്ചു കൈയായിട്ട്. അപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കി, എന്നെയാണോ വിളിക്കുന്നത്? എന്നോട് ചോദിച്ചു, ഒരു ഫോട്ടോ എടുക്കണല്ലേ എന്ന് ചോദിച്ചു. ഒരുപാട് പോലീസ് കേസുകൾ വന്നിട്ടുണ്ട്. എല്ലാം വിധിയുടെ വിളയാട്ടം. അത് വന്ന വഴി ഒരുപാട് പേർക്ക് അറിയില്ല. നാട്ടുകാരെ ഫയർഫോഴ്സിനെ പറ്റിച്ച കുറ്റത്തിന് പോലീസ് ഞങ്ങൾ അറസ്റ്റ് ചെയ്തു. എവിടെ നിന്നാണ് ഇത്രയും പോലീസ് കേസുകൾ വന്നത്? എന്തുകൊണ്ടായിരിക്കാം? അതെ സാറേ, തന്നെ മൂച്ചേട്ടെ ഞാൻ. അതായത് ഞാൻ എപ്പോഴും വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ പറയുന്ന ഒരാള്. നീ ഇതുവരെ കണ്ട എന്റെ മുഖം ഉണ്ടല്ലോ, അത് ഡീസന്റ് മുഖം. എന്നെ തറയാക്കലോ മോനെ. നിന്റെ കിണത്തിലിട്ടൊന്നും തന്നാലുണ്ടല്ലോ, നീ ഇവിടെ മുഴുവൻ തൂറി വീഴും. എടാ മണവാളത്തെറ്റി,
നിന്നോട് കൂടിയാ പറഞ്ഞേക്കണത്. സമരങ്ങളിൽ ഏതറ്റം വരെയും പോകുന്ന ഒരാളാണ്. ശോഭ സെക്രട്ടേറിയറ്റ് നടയിൽ ശബരിമല വിഷയത്തിൽ നിരാഹാരം കിടക്കുമ്പോൾ വെളുപ്പിനെ തന്നെ ഫ്ലാസ്കിനകത്ത് പ്രോട്ടീൻ പൗഡറും കലക്കി കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് കുടിപ്പിച്ചിട്ടാണ് നിരാഹാര പന്തലിലേക്ക് ഇരുത്തിക്കൊണ്ടിരുന്നത്. ദൈവമേ ഇതെവിടെ എത്തിയ എന്റെ ആറ്റുകാൽ ഭാസ്കര. ഒരു 100-ലധികം കേസുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഗൗരിയമ്മയ്ക്ക് ശേഷം ഇന്ന് ജീവിച്ചിരിക്കുന്ന അജിത കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ലാത്തി ചാർജ് ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു സ്ത്രീ ഞാനാണ്. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയൂ. മുതൽവർ എന്ന് പറഞ്ഞിട്ട് ഒരു പടമുണ്ട്. ഒരു ദിവസം CM ആവാൻ പറ്റിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് അത് ആ പടത്തിലെ ക്യാരക്ടർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു നാൾ നീ സിയമാ ഇരുന്ന് പാർ അപ്പ പുറിയും. ഒരു നാൾ മുതൽവൻ എന്നുള്ളൊരു സ്ഥാനം കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യും? ശങ്കരൻ വിചാരിച്ചാലേ എന്തെങ്കിലും നടക്കൂ. നോക്കട്ടെ. ഒറ്റ ദിവസം കൊണ്ട് ഒരു മാരത്തോൺ മീറ്റിംഗുകൾ കേരളത്തിൽ സജ്ജമാക്കുക. കല്യാണ വാദ്യഘോഷങ്ങൾ, ഇവിടെ പാലുകാച്ചൽ, പാലുകാച്ചൽ കല്യാണം, കല്യാണം പാലുകാച്ചൽ, കല്യാണം പാലുകാച്ചൽ. അവിടെ ആദ്യം പെൺകുട്ടിയിൽ നിന്ന് തുടങ്ങി, ആൺകുട്ടിയിൽ നിന്ന് തുടങ്ങി, ഇവൻ കോയ ഞാൻ കോയ രണ്ടു കോയേ. ഉടനടി അടുത്ത ഒരു മീറ്റിംഗ് 1 മണിക്കൂറിന് ശേഷം വിളിക്കുമ്പോൾ ഭയങ്കരം തന്നെ. അതിനുശേഷം നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് തീർന്നോ? വേണമെങ്കിൽ കുറച്ച് ഇലാബറേറ്റ് ആയിട്ട് പറയാം. ഞാൻ